ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആകർഷകവും ആവേശകരവുമായ അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകൂ. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള പോരാട്ടം. ഇരുവരും യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിന്റെ മധ്യനിരയിൽ നിന്നും മാറിയതോടെ ഈ ഇതിഹാസ യുഗത്തിന് തിരശ്ശീല വീണുവെന്ന് പ്രഖ്യാപിച്ച കായിക നിരീക്ഷകരുടെയും മാധ്യമങ്ങളുടെയും വിലയിരുത്തലുകളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങൾക്കാണ് നിലവിൽ പുരോഗമിക്കുന്ന ലോകകപ്പ് വേദികൾ സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കൻ മണ്ണിൽ കളിമുറ്റങ്ങൾ ഉണരുമ്പോൾ പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ രണ്ട് ധ്രുവ നക്ഷത്രങ്ങളും തങ്ങളുടെ രാജ്യങ്ങൾക്കായി നടത്തുന്ന കുതിപ്പ് അന്താരാഷ്ട്ര ഫുട്ബോളിനെ വീണ്ടും ആവേശം കൊള്ളിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സിയും റൊണാൾഡോയും മാറി മാറി കുറിച്ച ലോക റെക്കോർഡുകൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരാഗ്യത്തിന് വീണ്ടും ജീവൻ നൽകിയിരിക്കുന്നു. ഈ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ വീണ്ടും ഒരു കിരീട നേട്ടത്തിലേക്ക് നയിക്കാൻ ഇറങ്ങിയ ലയണൽ മെസ്സി കരിയറിലെ ഏറ്റവും മികച്ച ഫോമുകളിൽ ഒന്നിലാണ് കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓസ്ട്രിയക്കെതിരെ നടന്ന നിർണായക മത്സരത്തിൽ ഇരട്ട ഗോൾ നേട്ടവുമായി മെസ്സി കളം നിറഞ്ഞപ്പോൾ തകർന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റെക്കോർഡുകളായിരുന്നു. ജർമ്മനിയുടെ എക്കാലത്തെ മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ മിറോസ്ലാവ് ക്ലോസയെ ലോകകപ്പ് ഗോൾ വേട്ടയുടെ റെക്കോർഡാണ് മെസ്സി അനായാസം മറികടന്നത്. ഈ തകർപ്പൻ പ്രകടനത്തോടെ ലോകകപ്പ് വേദികളിൽ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്താൻ മെസ്സിക്ക് കഴിഞ്ഞു. ഈ ചരിത്ര നേട്ടത്തോടൊപ്പം ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ താരമെന്ന പദവിയിലേക്ക് മെസ്സി ഒരിക്കൽ കൂടി നടന്നു കയറി. അർജന്റീനൻ ആരാധകരെയും ഫുട്ബോൾ ലോകത്തെയും ഒരുപോലെ ആവേശം കൊള്ളിച്ച ഈ റെക്കോർഡ് നേട്ടം കായിക ലോകം ആഘോഷമാക്കുന്നതിനിടയിലാണ് സമാനതകളില്ലാത്ത അടുത്ത അധ്യായം അരങ്ങേറുന്നത്. ചരിത്രം കുറിച്ചതിന് തൊട്ടു പിന്നാലെ ലോകകപ്പ് വേദികളിൽ താനുമുട്ടും പിന്നിലല്ലെന്ന് തെളിയിക്കേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അന്തസ്സിന്റെ പ്രശ്നമായിരുന്നു. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ കടുത്ത വിമർശനങ്ങളും മാധ്യമങ്ങളുടെ പരിഹാസങ്ങളും നേരിട്ട റൊണാൾഡോ ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരത്തിലാണ് തന്റെ തനത് ശൈലിയിൽ മറുപടി നൽകിയത്. കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും പോർച്ചുഗൽ ദേശീയ ടീമിനായി ഇരട്ട ഗോളുകൾ നേടി താരം ഉഗ്രൻ തിരിച്ചുവരവ് നടത്തി. ഈ ഇരട്ട ഗോൾ പ്രകടനത്തോടെ ഫുട്ബോൾ ലോകത്ത് ഇതുവരെ ആരും കൈവരിക്കാത്ത സമാനതകളില്ലാത്തൊരു റെക്കോർഡ് ക്രിസ്ത്യാനോ തന്റെ പേരിൽ കൂട്ടിച്ചേർത്തു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ലോകത്തിലെ ഏക താരമെന്ന അവിശ്വസനീയമായ നേട്ടമാണ് റൊണാൾഡോ സ്വന്തമാക്കിയത്. മെസ്സിയുടെ കുതിപ്പിന് തൊട്ടു പിന്നാലെ റൊണാൾഡോയും ഫോമിലേക്ക് ഉയർന്നതോടെ ആരാധകർക്കിടയിലെ പോരാട്ട വീര്യം വീണ്ടും കൊടുമുടിയിലെത്തി. ആദ്യ മത്സരത്തിൽ അപ്രതീക്ഷിത സമനില വഴങ്ങി നിരാശപ്പെടുത്തിയ പോർച്ചുഗൽ ടീം വൻ മാറ്റങ്ങളോടെയാണ് ഉസ്ബെക്കിസ്ഥാനെ നേരിടാൻ ഇറങ്ങിയത്. പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് വരുത്തിയ തന്ത്രപരമായ മാറ്റങ്ങൾ കളിക്കളത്തിൽ കൃത്യമായി പ്രതിഫലിച്ചു. മോശം ഫോമിലായിരുന്ന ബെർണാർഡോ സിൽവയെ ബെഞ്ചിലിരുത്തി ജാവോ ഫെലിക്സിനും പ്രതിരോധത്തിൽ തോമസ് അറുജോക്ക് പകരം റൂബൻ ഡയസിനും ആദ്യ ഇടവേളയിൽ അവസരം നൽകി. മധ്യനിരയിൽ ബ്രൂണോ ഫെർണാണ്ടസും വീറ്റിനെയും ചേർന്നൊരുക്കിയ മുന്നേറ്റങ്ങൾ ഉസ്ബെക്കിസ്ഥാന്റെ പ്രതിരോധത്തിന്റെ താളം തെറ്റിച്ചു. ഫാബിയോ കന്നാവാരോയുടെ പരിശീലനത്തിലിറങ്ങിയ ഉസ്ബെക്കിസ്ഥാന്റെ ആദ്യ മിനിറ്റുകൾ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പറങ്കിപ്പടയുടെ വേഗതയ്ക്ക് മുന്നിൽ അവർക്ക് അടിപതറി. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ തന്നെ റൊണാൾഡോയിലൂടെ പോർച്ചുഗൽ അക്കൗണ്ട് തുറന്നു. വലതുവിങ്ങിൽ നിന്നും ജോ കാൻസലോ ബോക്സിനുള്ളിലേക്ക് കൃത്യമായി നൽകിയ ക്രോസ് ഒരു ക്ലാസിക് സ്ട്രൈക്കറുടെ മികവോടെ ആദ്യ ടച്ചിൽ തന്നെ റൊണാൾഡോ വലയിലാക്കുകയായിരുന്നു. ബോക്സിന് തൊട്ടുപുറത്തു നിന്ന് ലഭിച്ച ഫ്രീ കിക്ക് റൊണാൾഡോ എടുക്കുമെന്ന് കരുതി പ്രതിരോധത്തിൽ ഒരുക്കിയ ഉസ്ബെക്കിസ്ഥാനെ കബളിപ്പിച്ച് ന്യൂനോ മെൻഡസ് തൊടുത്ത കിക്ക് ഗോളിനെ സാക്ഷി നിർത്തി വലയിൽ ചുംബിച്ചു. ഈ മത്സരത്തിലെ ഇരട്ട ഗോളുകളോടെ ചരിത്രത്താളുകളിൽ പുതിയ നാഴികക്കല്ലുകൾ കൂടി റൊണാൾഡോ രേഖപ്പെടുത്തി. ലോകകപ്പിൽ പോർച്ചുഗലിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന ഇതിഹാസ താരം യുസേബിയോയുടെ 9 ഗോളുകളുടെ റെക്കോർഡ് 10 ഗോളുകളോടെ റൊണാൾഡോ മറികടന്നു. 41 വയസ്സും 138 ദിവസവും പ്രായമുള്ളപ്പോഴാണ് റൊണാൾഡോ ഈ നേട്ടം കൈവരിക്കുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ ഈ പ്രായത്തിലും ഗോൾ നേടാൻ കഴിയുന്നത് താരത്തിന്റെ കായികക്ഷമതയുടെ തെളിവാണ്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ എന്ന പദവി ഇപ്പോഴും കാമറൂണിന്റെ ഇതിഹാസം റോജർ മില്ലയുടെ പേരിലാണ്. 1994 ലോകകപ്പിൽ റഷ്യക്കെതിരെ ഗോൾ നേടുമ്പോൾ 42 വയസ്സും 39 ദിവസവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. മത്സരത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ഉള്ളിലെ പോരാട്ടവീര്യവും വിഷമങ്ങളും ഒട്ടും മറച്ചുവെക്കാതെയാണ് സംസാരിച്ചത്. റെക്കോർഡുകൾ തകർക്കുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്, എന്നാൽ ദേശീയ ടീമിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുക എന്നതാണ് പ്രധാനം. ഒരു ഇരുണ്ട ആഴ്ചയാണ് കടന്നുപോയത്. ഞാൻ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചതുപോലെയാണ് പലർക്കും തോന്നിയത്. പക്ഷെ മറ്റെന്തിനേക്കാളും ഞാൻ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഞാൻ പിടിച്ചു നിന്നു. ഇത് കഠിനമായിരുന്നുവെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു, റൊണാൾഡോ പറയുകയുണ്ടായി. തന്റെ കരിയറിലെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴും തന്നെ പിന്തുണച്ച ആരാധകർക്കുള്ള സമർപ്പണമായിരുന്നു റൊണാൾഡോയ്ക്ക് ഈ മത്സരം. യൂറോപ്പ് വിട്ട് മെസ്സി അമേരിക്കയിലേക്കും റൊണാൾഡോ സൗദി അറേബ്യയിലേക്കും ചേക്കേറിയപ്പോൾ പലരും കരുതിയത് ഈ റൈവൽറി അവിടെ അവസാനിച്ചു എന്നാണ്. എന്നാൽ രാജ്യത്തിനു വേണ്ടി കളിക്കാർ ഇറങ്ങുമ്പോൾ ഇവരുടെ ഉള്ളിലെ ജയസാധ്യതയും വീര്യവും ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് ഈ ലോകകപ്പ് തെളിയിക്കുന്നു. ഒരു വശത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ വീണ്ടും ഒരു ലോക കിരീടത്തിലേക്ക് നയിക്കാൻ മെസ്സി കഠിന പ്രയത്നം ചെയ്യുമ്പോൾ മറുവശത്ത് കരിയറിലെ ആദ്യ ലോകകപ്പ് കിരീടം എന്ന സ്വപ്നവുമായി പോർച്ചുഗലിനെ റൊണാൾഡോ മുന്നിൽ നിന്ന് നയിക്കുന്നു.
ഇരുവരുടെയും ഈ വ്യക്തിഗത റെക്കോർഡുകളുടെ പോരാട്ടം ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ കൂടുതൽ കടുക്കുമെന്നതും ഉറപ്പാണ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ലോകകപ്പിന്റെ അടുത്ത നോക്കൌട്ട് ഘട്ടങ്ങളിൽ അർജന്റീനയും പോർച്ചുഗലും നേർക്കുനേർ വരാൻ ഇടയാക്കണേ എന്നാണ്. ലോകകപ്പ് വേദിയിൽ ഇരുവരും നേർക്കുനേർ വരുന്ന ഒരു മത്സരം ഉണ്ടായാൽ അത് കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടമായി മാറും. കരിയറിന്റെ അവസാന ഘട്ടത്തിലും ലോക ഫുട്ബോളിന്റെ കേന്ദ്രബിന്ദുവായി തുടരാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ രണ്ട് ഇതിഹാസങ്ങളും. മെസ്സിയും റൊണാൾഡോയും ഫുട്ബോൾ മൈതാനങ്ങളിൽ അവശേഷിപ്പിക്കുന്ന ഓരോ ചുവടും വരും തലമുറകൾക്ക് വലിയൊരു പാഠപുസ്തകമാണ്.